പ്രഭ എന്റെ വരവും കാത്ത് നിൽക്കുന്നവരുണ്ടല്ലോ. അതെ, റിസൾട്ട് എന്തായി? ചെക്കപ്പ് ഒക്കെ നടന്നോ? അതോ ആശുപത്രിയിൽ തിരക്കായതുകൊണ്ട് മടങ്ങിപ്പോന്നോ? ചെക്കപ്പ് നടന്നില്ലേ? എല്ലാം നടന്നു, സമ്പൂർണ്ണ വിജയമായിരുന്നു. റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. എന്താ റിസൾട്ട് കാണിച്ചു കൊടുക്കടാ. ദേവി വാ. പ്രഭ, നന്ദൻ താലി കെട്ടിയ പെണ്ണാണിത്. അവൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് അവൾ വന്നിരിക്കുന്നു. സിദ്ധു, വെറുതെ ബഹളം ഉണ്ടാക്കണ്ട. ഇനി അഥവാ ബഹളം ഉണ്ടാക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഞാനും രണ്ടും കൽപ്പിച്ചാ നിൽക്കുന്നത്. തനിക്ക് മനസ്സിലാവുന്ന ഭാഷ തന്നെ പറയാം. ഇനി തന്റെ അഭ്യാസമൊന്നും ഈ സിദ്ധാർത്ഥന്റെ അടുത്ത് വേണ്ട. നീ വിജയിച്ചു അല്ലേ? ഇനിയും പരാജയപ്പെടാൻ ഈ അച്ഛൻ സമ്മതിക്കുന്നില്ല ആന്റി. അമ്മേ, ദേവി വേണ്ട, കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. ഒന്നോർത്തോ, രക്ഷകരെപ്പോഴും കൂടെ ഉണ്ടാവില്ല. ഇനി എന്നെ രക്ഷിക്കാൻ എനിക്കറിയാം. ഗൗരിയെ തള്ളി വീഴ്ത്തിയതുപോലെ എന്നെ വീഴ്ത്താന്നും കരുതണ്ട. ഓ, എന്നോട് എന്തൊക്കെ പറയണമെന്ന് പഠിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണല്ലേ? ദേവിയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും പഠിക്കാത്ത ചിലരുണ്ട്. അവരെ ഇനി കുറച്ച് പാഠങ്ങൾ പഠിപ്പിച്ചേ പറ്റൂ. പ്രഭ, ദേവിയെ കൈപിടിച്ച് അകത്തോട്ട് കയറ്റും. സിദ്ധു എന്താ എന്നെ പറ്റി കരുതിയിരിക്കുന്നത്? എന്റെ ഭാര്യയെ പറ്റി എല്ലാം എനിക്കറിയാം, മറ്റാരെക്കാളും. എന്നിട്ടാണോ ഇവളെ ഇവിടെ വിളിച്ചോണ്ട് വന്നത്? മകന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്ന് തനിക്ക് തോന്നുന്നത് മറ്റുള്ളവർക്ക് ശരിയാണെന്ന് തോന്നണ്ടേ?